ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ വിറകടുപ്പത്താണ് ചോറിന് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗ്യാസുമ്മ വേഗം പോയി ചായക്കും വെള്ളം വെച്ചു. അപ്പോൾ അത് തിളച്ചപ്പോൾ അതിലേക്ക് പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വേഗം അരി ഇട്ടു കേട്ടോ. അപ്പോൾ മക്കൾ രാവിലെ മദ്രസ പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി ഇക്കയുടെ കൂടെ കേട്ടോ മദ്രസ പോണത്. ഇക്കയാണ് കൊണ്ടാക്കി കൊടുക്കൽ പോലെ. അപ്പോൾ ഒരു പോയി കഴിഞ്ഞേക്ക് ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്നും തട്ടിക്കൊട്ടി മടക്കി വെച്ച് ഞാൻ സിറ്റൗട്ടിക്ക് ഒന്ന് അടിച്ച് വരാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ അതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ. എന്നിട്ടില്ല ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടു. ഇന്ന് വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഒന്ന് വരുമോ ചോദിച്ചിട്ട്. അപ്പം ഉമ്മാൻ്റെ അടുത്തൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം പണിയൊക്കെ ഒരുക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വേഗം പൊട്ടറ്റോ പൊരിച്ചു. അപ്പം ഇല്ല പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ അടുപ്പത്ത് വെച്ച് മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഉണ്ട്. അതേപോലെ ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അരി. അത് വേഗം അരച്ചെടുത്തു. ഇത് ഇടിച്ചക്ക കേട്ടോ. ഞാൻ ദോശ ചൂടാൻ തുടങ്ങി. മക്കളിപ്പോൾ മദ്രസ ഇട്ട് വരും. അപ്പത്തിന് മക്കളും മദ്രസ ഇട്ട് വന്നു കേട്ടോ. നീച്ചും കൂടെയാണ് വരുന്നത്. അപ്പോൾ നീച്ചു ഇതാ ചായ കുടിക്കുകയാണ്. നീബുവിൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇക്കാൻ്റെ കൂടെ കേട്ടോ സ്കൂളിൽ പോകുന്നത്. നീച്ചു അങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓളെ പിന്നെ ഞാൻ കൊണ്ടാക്കി കൊടുക്കും റോട്ടിക്ക്. അപ്പോൾ ഓളെ വണ്ടി വരും കേട്ടോ. സ്കൂൾ വണ്ടിക്ക് ഓള് പോണത്. അങ്ങനെ ആ ഓളെ പറഞ്ഞയച്ചിക്കാണ്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിനാട്ടോ വീട്ടിൽ പോണത്. അപ്പം അങ്ങനെ വീടെത്തി. ഉമ്മയോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഉമ്മ ഉണ്ടാക്കിയ പലവക അതേമാതിരി മീൻ പൊരിച്ചതും ചോറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ നാടൻ വിഭവങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചൊക്കെ കൂട്ടിയൊക്കെ ചോറുന്നു. അങ്ങനെ ഇതാ അനിയത്തിൻ്റെ കുട്ടി കേട്ടോ. ഓളോരോ കളികളും ചിരികളൊക്കെ കളിച്ച് ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അനിയത്തി ജോലിക്ക് പോകണോണ്ട് തന്നെ ഉമ്മാൻ്റെ അടുത്താട്ടോ മോളാക്കിയിട്ട് പോവല്. അപ്പോൾ ഓളെ കാലാണ് കൈയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്ന അങ്ങാടിപ്പുറത്തെത്തി. അപ്പോൾ മക്കൾ വരുമ്പോഴത്തേന് ഞാൻ വേഗം കായ്പോളം ഉണ്ടാക്കി നൂഡിൽസും ഉണ്ടാക്കി വെച്ചിട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.